ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന കാരണം പറഞ്ഞ് മഹാത്മാഗാന്ധിയെ സമുദായ ഭ്രഷ്ടനായി കൽപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം മോഡ്പനിയ സമുദായത്തിന്റെ തലവനായ സേട്ട്. ഏത് യാത്രാമാർഗം ഉപയോഗിച്ചായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം കടൽ മാർഗം. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠനത്തിനായി യാത്ര തിരിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ബോംബെ തുറമുഖത്തു നിന്നും. ലണ്ടനിലേക്കുള്ള യാത്രയിൽ വെച്ച് അനുഭവ സമ്പത്തുള്ള ത്രയംബക റാവ് മജുംദാർ എന്ന മനുഷ്യൻ ഗാന്ധിജിക്ക് വലിയ ആശ്വാസമായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? ഉത്തരം വക്കീൽ. മഹാത്മാഗാന്ധി ഇംഗ്ലണ്ടിൽ കപ്പലിറങ്ങിയത് എവിടെയാണ്? ഉത്തരം സതാംപ്ടണിൽ. ഗാന്ധിജി ലണ്ടനിൽ എത്തിയ വർഷം? ഉത്തരം 1888 ഒക്ടോബർ 28. ഗാന്ധിജി ലണ്ടനിൽ എത്തിയപ്പോൾ എവിടെയാണ് താമസിച്ചത്? ഉത്തരം വിക്ടോറിയ ഹോട്ടൽ. ഗാന്ധിജി ലണ്ടനിൽ എത്തിയ ദിവസം അദ്ദേഹത്തെ കാണാൻ വരികയും ഇംഗ്ലീഷ് പെരുമാറ്റ രീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത വ്യക്തി ആരായിരുന്നു? ഉത്തരം PJ മേത്ത. മഹാത്മാഗാന്ധിയുടെ ഇംഗ്ലണ്ടിലെ നിയമപഠനം എവിടെയായിരുന്നു? ഉത്തരം ഇന്നർ ടെമ്പിൾ. ഏതു വർഷമാണ് ഗാന്ധിജി ഇന്നർ ടെമ്പിളിൽ ചേർന്നത്? ഉത്തരം 1888 നവംബർ 6. മഹാത്മാഗാന്ധി ലണ്ടനിൽ പഠിക്കുമ്പോൾ ഏത് ഇന്ത്യൻ നേതാവിന്റെ പ്രഭാഷണങ്ങളാണ് കേട്ടത്? ഉത്തരം ദാദാഭായ് നവറോജി. ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എഴുത്തുകാരൻ ആരാണ്? ഉത്തരം നാരായൺ ഹേമചന്ദ്ര. ഗാന്ധിജി പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ലണ്ടനിൽ ഓരോ ദിവസവും എന്ത് വായിക്കാനാണ് സമയം നീക്കിവെച്ചത്? ഉത്തരം ഡെയിലി ന്യൂസ്, ഡെയിലി ടെലഗ്രാഫ്, പാൽമാൾ ഗസറ്റ്. ലണ്ടനിൽ വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജി പഠിച്ച പുതിയ ഭാഷകൾ ഏതെല്ലാമാണ്? ഉത്തരം ഫ്രഞ്ച്, ലാറ്റിൻ. ഗാന്ധിജി പത്രവായന ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ടിൽ വെച്ച്. ഗാന്ധിജി ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായത് എന്നാണ്? ഉത്തരം 1890 ജൂൺ മാസത്തിൽ. ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് ലാറ്റിനും ഒരു ആധുനിക യൂറോപ്യൻ ഭാഷയും നിർബന്ധമായിരുന്നു. ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഏത് ഭാഷയായിരുന്നു? ഉത്തരം ഫ്രഞ്ച്. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് പാസ്സായ പരീക്ഷകൾ ഏതെല്ലാമാണ്? ഉത്തരം ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ, ബാരിസ്റ്റർ പരീക്ഷ എന്നിവ. ഗാന്ധിജി ബാർ പരീക്ഷ എഴുതിയത് എന്നായിരുന്നു? ഉത്തരം 1890 ഡിസംബർ 15 മുതൽ 20 വരെ. ഗാന്ധിജി ബാർ പരീക്ഷ പാസ്സായത് എന്നായിരുന്നു? ഉത്തരം 1891. മഹാത്മാഗാന്ധിജി ആദ്യമായി ബൈബിൾ വായിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. നിയമ വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജി അംഗമായി ചേർന്ന സംഘടന ഏതാണ്? ഉത്തരം വെജിറ്റേറിയൻ ക്ലബ്ബ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ സൊസൈറ്റി. വെജിറ്റേറിയൻ ക്ലബിന്റെ സ്ഥാപക സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. വെജിറ്റേറിയൻ ക്ലബിന്റെ സ്ഥാപക അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ഓൾഡ് ഫീൽഡ്. എവിടെയായിരുന്നു ഗാന്ധിജി സസ്യപൂക്കുകളുടെ ക്ലബ്ബ് തുടങ്ങിയത്? ഉത്തരം ബേസ് വാട്ടർ. ഗാന്ധിജി ഇംഗ്ലണ്ടിലെ ബേസ് വാട്ടറിൽ സസ്യപൂക്കുകൾക്കായി തുടങ്ങിയ ക്ലബിന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സർ എഡ്വിൻ ആർണോൾഡ്. ലണ്ടനിൽ വെച്ച് ഗാന്ധിജി ആദ്യമായി വായിച്ച സസ്യഭക്ഷണത്തെക്കുറിച്ചുള്ള പുസ്തകം ഏതാണ്? ഉത്തരം സസ്യഭക്ഷണവാദം. ഗാന്ധിജി ആദ്യമായി രൂപം കൊടുത്ത സംഘടന ഏതായിരുന്നു? ഉത്തരം വെജിറ്റേറിയൻ ക്ലബ്ബ്. പൊതുപ്രവർത്തന രംഗത്ത് ഗാന്ധിജി ആദ്യമായി പ്രവർത്തിച്ച സംഘടന ഏതാണ്? ഉത്തരം വെജിറ്റേറിയൻ ക്ലബ്ബ്. ഗാന്ധിജി സസ്യാഹാരത്തെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ ഏത് ആനുകാലിക മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം വെജിറ്റേറിയൻ. ഗാന്ധിജി ആദ്യമായി വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ യോഗത്തിൽ പ്രസംഗിച്ചത് എന്നായിരുന്നു? ഉത്തരം 1891 മാർച്ച് 26. ഗാന്ധിജി ബാരിസ്റ്ററായി അംഗീകൃതനായത് എന്നായിരുന്നു?
ഉത്തരം 1891 ജൂൺ 10. ലണ്ടനിൽ ബാരിസ്റ്റർ ആകുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 19. എന്നായിരുന്നു ഗാന്ധിജി കോടതിയിൽ സന്നദ്ധ എടുത്തത്? ഉത്തരം 1891 ജൂൺ 11. ഗാന്ധിജിയുടെ മാതാവ് മരിക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. ഗാന്ധിജിയുടെ മാതാവ് മരിച്ച വർഷം? ഉത്തരം 1891. ഗാന്ധിജി ലണ്ടൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അംഗമായത് എന്നായിരുന്നു? ഉത്തരം 1891 മാർച്ച് 26. ഉപരിപഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നായിരുന്നു? ഉത്തരം 1891 ജൂലൈ 6. എത്ര വർഷമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത്? ഉത്തരം 3. ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഉത്തരം 1892 ബോംബെയിൽ. നിയമ പഠനത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? ഉത്തരം ബോംബെയിലും രാജ്കോട്ടിലും. ലണ്ടനിൽ നിന്ന് ബാരിസ്റ്ററായി തിരിച്ചു വന്ന ശേഷം ഗാന്ധിജിയെ സ്വാധീനിച്ച തത്വജ്ഞാനി ആരാണ്? ഉത്തരം ജൈന തത്വചിന്തകനായ റായ് ചന്ദ് ഭായി. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി വാദിച്ച കേസ് ആരുടേതായിരുന്നു? ഉത്തരം മാമി ഭായ് എന്ന സ്ത്രീയുടെ. ആദ്യമായി ഗാന്ധിജി വാങ്ങിയ വക്കീൽ ഫീസ് എത്രയായിരുന്നു? ഉത്തരം 30 രൂപ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം? ഉത്തരം 1893 ഏപ്രിൽ. എവിടെ നിന്നാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം മുംബൈ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം 24. ആരുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം ദാദാ അഹമ്മദുള്ള ആൻഡ് കമ്പനിയുടെ. ദാദാ അഹമ്മദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം നഷ്ടപരിഹാര തുക കിട്ടാൻ വേണ്ടി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ എത്തിയപ്പോൾ സ്വീകരിക്കാൻ വന്നത് ആരായിരുന്നു? ഉത്തരം അബ്ദുള്ള സേട്ട്. നിരക്ഷരനായ അബ്ദുള്ള സേട്ടിൽ ഗാന്ധിജി കണ്ടെത്തിയ ഗുണങ്ങൾ എന്താണ്? ഉത്തരം അറിവും പ്രായോഗിക ബുദ്ധിയും. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസിൽ എതിർ കക്ഷി ആരായിരുന്നു? ഉത്തരം തയ്യബ് ഹാജിയാൻ മുഹമ്മദ് സേട്ട്. ദക്ഷിണാഫ്രിക്കയിലെ ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു ഗാന്ധിജി ദാദാ അഹമ്മദുള്ള സേട്ടിന്റെ കക്ഷിയുമായി കൂടിക്കാഴ്ച നടത്തിയത്? ഉത്തരം ഡർബൻ. ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിക്ക് വേണ്ടി ഗാന്ധിജിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ കേസ് ഏത് കോർട്ടിലാണ് പെൻഡിങ്ങിൽ വെച്ചിരുന്നത്? ഉത്തരം പ്രിട്ടോറിയ. ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിക്ക് വേണ്ടി ഗാന്ധിജി എത്ര കാലമാണ് സേവനം ചെയ്തത്? ഉത്തരം 1 വർഷം. ജില്ലാ മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ വെച്ച് തലപ്പാവെടുത്ത് മാറ്റാൻ ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉത്തരം ജഡ്ജിയുടെ ആവശ്യം ഗാന്ധിജി നിരസിക്കുകയും കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ആരായിരുന്നു പ്രിട്ടോറിയയിൽ വെച്ച് ഗാന്ധിജിയോട് ബൈബിൾ വായിക്കാൻ ആവശ്യപ്പെട്ടത്? ഉത്തരം A.W. ബേക്കർ. ഗാന്ധിജിയെ ഇസ്ലാം മതം പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ച ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം അബ്ദുള്ള സേട്ട്. നേറ്റാൾ കോടതിയിൽ എൻറോൾ ചെയ്ത ആദ്യ ഇന്ത്യൻ അഭിഭാഷകൻ ആരാണ്? ഉത്തരം ഗാന്ധിജി. വെള്ളക്കാരനായ ബാർബർ എവിടെ വെച്ചായിരുന്നു ഗാന്ധിജിയുടെ മുടി വെട്ടാൻ വിസമ്മതിച്ചത്? ഉത്തരം പ്രിട്ടോറിയയിൽ. വെള്ളക്കാരനായ ബാർബർ ഗാന്ധിജിയുടെ മുടിവെട്ടാൻ വിസമ്മതിപ്പിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഗാന്ധിജി പ്രതികരിച്ചത്? ഉത്തരം ഉടനെ ഒരു കത്രിക വിലയ്ക്ക് വാങ്ങി ഗാന്ധിജി സ്വന്തം മുടി മുറിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ കൂലികൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഉത്തരം ഇന്ത്യക്കാർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ രാജ്യം എത്ര യൂണിറ്റുകളായാണ് വിഭജിച്ചിരുന്നത്?
ഉത്തരം 4. ദി കേപ്പ് കോളനി, നേറ്റാൽ, ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് എന്നിവയായിരുന്നു ഈ 4 യൂണിറ്റുകൾ.